ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിറ്റിക്കൽ ടെക്കിൻ്റെ മല്ലോ മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലത്തെ ക്യാപ്ഷനിൽ പറഞ്ഞതുപോലെ 23,600 വരുമോ എന്ന് ചോദിച്ചുള്ള ക്യാപ്ഷൻ തന്നത്. ആ ക്യാപ്ഷനിൽ പറഞ്ഞ പ്രകാരമുള്ള കൃത്യമായിട്ടുള്ള 23,600 ഭാഗത്തേക്ക് നമ്മുടെ മാർക്കറ്റ് കിട്ടില്ലായിട്ട് 674 വരെ പോയി. നിഫ്റ്റി കൃത്യം നോക്കുകയാണെങ്കിൽ 23,442 മുകളിൽ ഓപ്പൺ ചെയ്തു. ബുള്ളിഷ് റഫറൻസിന് മുകളിൽ R1 മുകളിൽ ഓപ്പൺ ചെയ്തു. R1 സപ്പോർട്ട് എടുത്ത് R2 അവിടെ നിന്ന് അടിപൊളിയായിട്ട് കയറിപ്പോയി. അതിനെക്കാട്ടിയും കിടിലായിട്ട് കയറിപ്പോയത് ബാങ്ക് നിഫ്റ്റിയായിരുന്നു. R1 അവിടെ നിന്ന് ഓപ്പൺ ചെയ്ത് R2 R3 കട്ട് ചെയ്ത് ഉഗ്രം കിടിലം ഒരു ബ്രേക്ക്ഔട്ട് കൊണ്ട് തന്നത്. അതായത് ട്രെൻഡിങ് ഡേ 5th ഡേ 5ാമത്തെ ദിവസമാണ് നിഫ്റ്റി ഇത് ട്രെൻഡിങ് ഡേ വരുന്നത്. നിഫ്റ്റി ആയാലും ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ വെള്ളിയാഴ്ച കുറച്ച് ചെറിയ കിടന്ന് പറങ്ങി പോലെ. പക്ഷേ ഇന്ന് കിടില ഒരു ട്രേഡ് കിട്ടിയ ദിവസവും കൂടെ ആയിരുന്നു. കിടില അടിപൊളി 18 ട്രേഡ് കിട്ടിയ ദിവസമായിരുന്നു ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ. ഏകദേശം പറഞ്ഞാൽ 400-410 പോയിന്റോളം പ്രോഫിറ്റ് നമ്മളെ ട്രേഡ് ഫ്ലോറിൽ ട്രേഡ് ചെയ്തവർക്ക് എല്ലാവർക്കും കിട്ടി. അത് ക്ലിയർ ആയിട്ട് എല്ലാവരും ട്രേഡ് ചെയ്തു. നിഫ്റ്റിയിലും കിട്ടി പ്രോഫിറ്റ്, ബാങ്ക് നിഫ്റ്റിയിലും കിട്ടിലോട്ടിലും ട്രേഡ് കിട്ടിയ ഒരു ദിവസവും കൂടെ ആയിരുന്നു ഇന്ന് കടന്നു പോയത്. ഇന്ന് കാലത്ത് 10:30 മണിക്ക് നമ്മുടെ ഇന്ത്യയുടെ മാനുഫാക്ചറിങ് PMI വന്നു. അത് 56.3 57.6 വന്നു. പക്ഷേ സർവീസസ് PMI കുറച്ച് കുറഞ്ഞു, അതായത് 59 57.7. അതായത് നമ്മളെ IT സെക്ടേഴ്സ് അങ്ങനെയുള്ള സർവീസ് സെക്ടേഴ്സിന്റെ PMI കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതേ സമയത്ത് നമ്മുടെ ഏതാണ് മാനുഫാക്ചറിങ്ങിന്റെ PMI അത് വളരെ പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ട്. അപ്പം വളരെയധികം ഒരു ഡിപ്പ് ഒന്നെങ്കിൽ കൂടി അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് നിഫ്റ്റി കിട്ടിയോൾക്കിടലും ട്രേഡ് വന്ന ദിവസവും കൂടെ ആയിരുന്നു കടന്നുപോയത്. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇന്ന് അമേരിക്കൻ മാർക്കറ്റൊക്കെ ഒരു ഫ്ലാറ്റ് രീതിയിലൊക്കെയാണ് നിൽക്കുന്നത്. നമ്മൾ ആ ഒരു ഒരു ബ്രേക്ക്ഔട്ടിന്റെ ഭാഗത്തൊക്കെയാണ് ബാങ്ക് നിഫ്റ്റി നിന്ന് കൃത്യമായ രീതിയിലുള്ള ഒരു മൂവ്മെന്റ് തന്ന ദിവസവും കൂടെ ആയിരുന്നു ഇന്ന് കടന്നു പോയത്. സോ അടിപൊളി 16 ട്രേഡ് കിട്ടിയ ദിവസം ലൈവ് ഫ്ലോറിൽ ഇവിടെ ഉണ്ടായിരുന്നത്. എല്ലാവർക്കും നല്ല പ്രോഫിറ്റ് ഉണ്ട്. നല്ല സന്തോഷത്തോടുകൂടി പറയണം. ആ ഒരു സന്തോഷം മനസ്സിലുള്ള ദിവസം കൂടെ കഴിഞ്ഞ ഒരു 5 ദിവസം വീക്ക് ഓൺ വീക്ക് കടന്നു പോയത് കിട്ടുന്ന ദിവസം കൂടെ ആയിരുന്നു ഇന്ന് കടന്നു പോയത്. സോ ഇന്ന് വൈകിട്ട് വേറെ വലിയ ന്യൂസ് ഒന്നും നമ്മുടെ അമേരിക്കൻ മാർക്കറ്റിലില്ല. നമ്മുടെ മാനുഫാക്ചറിങ് PMI വന്നതുപോലെ അമേരിക്കയുടെ മാനുഫാക്ചറിങ് PMI ഇന്ന് രാത്രി 7:15 ആകുമ്പോൾ വരുന്നുണ്ട്. അത് പോസിറ്റീവായ രീതിയിൽ മാർക്കറ്റിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ആ രീതിക്ക് കൃത്യമായി അമേരിക്കൻ മാർക്കറ്റ് പോകും. ഇല്ല എങ്കിൽ ഒരു ചെറിയൊരു പുൾ ബാക്ക് വരാനുള്ള ചാൻസ് നിഫ്റ്റി മാർക്കറ്റിൽ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് മാർക്കറ്റ് പ്രൊഫൈൽ വെച്ചുള്ള ബാക്കിയുള്ള ലെവൽസ് നോക്കിക്കൊണ്ട് നാളത്തേക്കുള്ള കാര്യങ്ങൾ വ്യക്തമായ രീതിയിലേക്ക് മാർക്ക് ചെയ്തു പോകും. പലരും ചോദിക്കാറുണ്ട്, സാറേ ഈ ട്രേഡിങ്ങിൻ്റെ സെറ്റപ്പ് എങ്ങനെയാണ്, നിങ്ങൾ എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത്, ഞാനിപ്പോൾ എനിക്ക് നിങ്ങളൊരു ഓഫ്ലൈൻ അല്ലെങ്കിൽ ഓൺലൈൻ ബാച്ചിൽ വന്നാൽ എങ്ങനെ ട്രേഡ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ഞാൻ ട്രേഡ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ വ്യക്തമായ റെഫറൻസ് മാർക്കറ്റ് പ്രൊഫൈൽ വെച്ചുള്ള ലെവൽസ് വ്യക്തമായിട്ട് മാർക്ക് ചെയ്ത് വെച്ചുകൊണ്ട് ഓർഡർ ഫ്ലോയിലെ UFP അതായത് അൺഫിനിഷ്ഡ് ബിസിനസ് എന്ന് പറയും. ഓർഡർ ഫ്ലോയ്ക്ക് അത്തുള്ളത് അൺഫിനിഷ്ഡ് ബിസിനസ്സിനെ നമ്മൾ ട്രാക്ക് ചെയ്താണ് നമ്മൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്യണം. സോ നമ്മുടെ ട്രേഡിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറൻ്റ് ആണ് ബാക്കിയുള്ള രീതി വെച്ച്. നമ്മൾ ഓർഡർ ഫ്ലോയെ വെച്ച് ട്രേഡ് ചെയ്യാൻ വേണ്ടിയുള്ള ലെവൽസ് നമ്മൾ എടുക്കുന്നു അൺഫിനിഷ്ഡ് ബിസിനസ് UFP വെച്ച്. എന്നാൽ മാർക്കറ്റ് പ്രൊഫൈൽ വെച്ചുള്ള ലെവലാണ് നമ്മുടെ ടാർഗറ്റ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിക്കാണ് നമ്മളിവിടെ ട്രേഡ് ഫ്ലോറിലായാലും നമ്മുടെ ലൈവ് സെഷനിലായാലും ഓഫ്ലൈനും ഓൺലൈനും എല്ലാവർക്കും. ട്രേഡ് ഫ്ലോർ എന്ന് പറയുമ്പോൾ ഓഫ്ലൈൻ ആണ്, ഓൺലൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഗൂഗിൾ മീറ്റ് വഴി നമ്മൾ കണക്ട് ചെയ്ത് ട്രേഡ് ചെയ്യുന്നു. ആ രീതിക്ക് നമ്മൾ എടുക്കുന്ന രീതി അതാണ്. സോ അതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾ എൻ്റെ തമ്പ്ലൈൻ നമ്മൾ കാണിച്ച നമ്പറിൽ വിളിക്കുക, ബന്ധപ്പെടുക. ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാം. പുതിയ ബാച്ച് ഇപ്പോൾ തുടങ്ങാൻ പോകുന്നതുകൊണ്ട്. പിന്നെ രണ്ടാമത് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് ആണെങ്കിൽ എൻ്റെ ചാനലിലെ തമ്പ്ലൈനിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുകയും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക. കാരണം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് വരുമ്പോൾ അത് നിങ്ങൾക്ക് മിസ്സാവാതിരിക്കും. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിറ്റിക്കൽ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. സോ നിഫ്റ്റി ഇന്ന് കിടിലൻ ട്രെൻഡ് ഡേ ആയിരുന്നു. നിഫ്റ്റി ആയാലും ബാങ്ക് നിഫ്റ്റി ആയാലും കിടിലൻ ട്രെൻഡ് ഡേ ആയിരുന്നു ഇന്ന് മാർക്കറ്റിൽ വന്നത്. സോ നമ്മളെ മാർക്കറ്റ് കൃത്യമായ രീതിയിലൊക്കെ ഒരു കിടിലൻ ട്രെൻഡിങ് ഡേ ആയിരുന്നു നിഫ്റ്റിയിൽ കൃത്യമായിട്ട് വന്നത്. ബാങ്ക് നിഫ്റ്റിയും കിടിലൻ മാർക്കറ്റ് ട്രെൻഡിങ് ഡേ ആയിരുന്നു. കൃത്യമായി പറയുകയാണെങ്കിൽ പക്ക ഒരു ട്രെൻഡിങ് ഡേ ആയിരുന്നു നിഫ്റ്റിയിലെ. ബാങ്ക് നിഫ്റ്റി ആയാലും ബാങ്ക് നിഫ്റ്റി ഒരു പർട്ടിക്കുലർലി ഒരു P ഷേപ്പ് നോർമൽ വേരിയേഷൻ അപ്പ് ഡേ ആണ്, ഒരു P ഷേപ്പ്ഡ് പ്രൊഫൈലാണ്.
പക്ഷേ നിഫ്റ്റി നോക്കുമ്പോൾ നിഫ്റ്റി ഒരു ട്രെൻഡിങ് ആണ്. പി ഒ സിക്ക് ഒരു മുകളിലോട്ട് മെർജ് ചെയ്യാൻ ഒരു സമയം കൊടുത്തിട്ടില്ല, പകരം ബാങ്ക് നിഫ്റ്റിയും പി ഒ സി മെർജ് ചെയ്യാൻ സമയം കൊടുത്തിട്ടില്ല. പക്ഷേ എന്നാൽ കൂടെ ഒരു പി ഷേപ്ഡ് പ്രൊഫൈലാണ് ബാങ്ക് നിഫ്റ്റിക്ക്. നിഫ്റ്റി വെച്ച് നോക്കുമ്പോൾ നിഫ്റ്റി ഒരു ട്രെൻഡ് അപ്പ് പ്രൊഫൈലാണ്. എന്നെ സംബന്ധിച്ച് ട്രെൻഡ് അപ്പ് പ്രൊഫൈലാണ്. 23,400 ഭാഗത്ത് ഓപ്പൺ ചെയ്ത് 23,700 300 പോയിന്റുള്ള നിങ്ങൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും. നിഫ്റ്റി ഏകദേശം പറഞ്ഞാൽ നിഫ്റ്റി 1.5% നിഫ്റ്റി അപ്പ്, 307 പോയിന്റ് നിഫ്റ്റി അപ്പാണ്. ഫ്യൂച്ചർ 340 പോയിന്റ് അപ്പാണ്. ബാങ്ക് നിഫ്റ്റി 2.5% അപ്പാണ്. ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്ത് റൺ അവേ ചെയ്ത് പോയ പോക്കായിരുന്നു. പക്ഷേ ബാങ്ക് നിഫ്റ്റി ട്രെൻഡ് ഡേ പറയില്ല. നേരത്തെ ക്ലോസിംഗ് വെച്ച് വേണമെങ്കിൽ നമുക്ക് ട്രെൻഡ് ഡേ പറയാം. പക്ഷേ ഇന്ന് ഞാൻ അത് പറയില്ല, കാരണം നോർമൽ വേരിയേഷൻ അപ്പെന്ന് ഞാൻ പറയാറുള്ളൂ. വിത്ത് ഒരു പി ഒ സി മെർജ് ചെയ്തിട്ടില്ല. അതേ സമയത്ത് നിഫ്റ്റി ആണെങ്കിൽ നിഫ്റ്റിക്കും കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ എന്താണ് ആ ഒരു ട്രെൻഡിങ് സ്ട്രക്ചർ വ്യക്തമായ രീതിയിൽ ഒരു മെയിൻറ്റെയിൻ ചെയ്ത് കൃത്യമായ രീതിയിൽ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. ഇന്നത്തെ പി ഒ സി നിഫ്റ്റിക്ക് വന്നിങ്ങനെ 23,571 ഭാഗത്താണ് നിഫ്റ്റിയുടെ പി ഒ സി വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ആ പി ഒ സി ഒന്ന് ആദ്യം മാർക്ക് ചെയ്ത് വയ്ക്കാം. 23,571 ആണ് നിഫ്റ്റിയുടെ പി ഒ സി. 23,000 പി ഒ സി എന്ന് പറയുമ്പം 23,571 ആണ് നിഫ്റ്റിയുടെ പി ഒ സി നിൽക്കുന്നത്. അപ്പോൾ ആ പി ഒ സി ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. ട്രെൻഡ് ഡേ ആണ്. അപ്പോൾ അതൊന്ന് വ്യക്തമായി ആ ട്രെൻഡ് ഡേ വിൽ കണ്ടിന്യൂ ഫോർ 1 or 2 days. അപ്പോൾ നമുക്ക് ഇന്ന് മൺഡേ പുതിയ വീക്കിൻ്റെ തുടക്കമാണ്. അപ്പം ഇത് നാളത്തേക്ക് കണ്ടിന്യൂ ചെയ്യുമോ നമുക്ക് ഇല്ലാന്ന് നോക്കാം. 23,571 പി ഒ സി. 23,800 മുകളിൽ നിഫ്റ്റി നമുക്കൊരു ബൈ എടുക്കാം. 23,700 മുകളിൽ 23,700 ആണ് എന്നെ സംബന്ധിച്ചുള്ള ബുള്ളിഷ് മാർക്ക്. 23,700 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ നമുക്കൊരു എന്താണ് ഒരു ബുള്ളിഷ് റെഫറൻസ് ആണ് എന്നെ സംബന്ധിച്ചുള്ള. അതിന് മുകളിൽ കണ്ടിന്യൂ ചെയ്യുമെങ്കിൽ എന്താണ് മാർക്കറ്റ് ചെറിയൊരു പുൾ ബാക്കും മുകളിലോട്ട് തരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. 23,700 മുകളിൽ കണ്ടിന്യൂ ചെയ്യുമെങ്കിൽ അത് മുകളിലോട്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ 700 മുകളിൽ കണ്ടിന്യൂ ചെയ്യുമെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 23,818 എന്ന് പറഞ്ഞാൽ ഈ പി ഒ സിയുടെ ഭാഗത്തേക്ക് പോകാം. അത്രയാണ് 23,061 എന്ന് പറയുമ്പം 23,818 ആണ്. അതിനാണ് എന്നെ സംബന്ധിച്ചുള്ള R1. ഇപ്പോൾ 23,700 മുകളിൽ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ 23,800 818 ഭാഗത്തേക്ക് പോവാം. അതിന് മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ ഈ ഒരു സിംഗിൾ പ്രിന്റ് ആയ 23,877 ഭാഗത്തേക്കും പോവാം. 23,877 23,878 ഭാഗത്തേക്കും പോകാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെ കൂടുതലാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 23,800 അല്ലെങ്കിൽ ഈ കൃത്യമായി 23,908 വയ്ക്കാം. 23,908 ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പം ഞാൻ R1 R2 മാത്രമേ വരയ്ക്കുന്നുള്ളൂ, കാരണം അതിന് മുകളിലൊരു മൊമെന്റ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ചിലപ്പം ഇന്ന് പ്രതീക്ഷിക്കുന്നത് പറഞ്ഞാൽ ഇന്ന് വന്നിട്ടുണ്ട്, അത് മാർക്കറ്റിന്റെ കണ്ടീഷൻ വെച്ച് പോകും. സോ 23,800 മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ 23,818 23,908 ഭാഗത്തേക്ക് നിഫ്റ്റി പോകാം. ഇനി താഴേക്ക് വരികയാണെങ്കിൽ ഇന്നത്തെ സിംഗിൾ പ്രിന്റ് ആയ 23,560 താഴെ നമ്മൾ ചെറിയൊരു വേർഷൻ സ്റ്റാർട്ട് ചെയ്യും. 23,521 23,521 സ്ഥാനത്ത് നിഫ്റ്റിയിൽ ചെറിയൊരു ബെയറിഷ്നസ് സ്റ്റാർട്ട് ചെയ്യും. അത് വലിയ ബെയറിഷ്നസ് അല്ല, അത് ഇന്നലത്തെ റെഫറൻസിന്റെ ലെവലിലേക്കൊക്കെ പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായി. 23,521 സ്ഥാനത്താണെങ്കിൽ നിഫ്റ്റിയിൽ ചെറിയൊരു സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്യാനും ആ സെല്ലിംഗ് വന്ന് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 23,442 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ 23,442 23,442 ഇന്നത്തെ ലോയുടെ ഭാഗം, അവിടെ ഒരു ചെറിയ റെഫറൻസ് ഉണ്ട്. ആ ഭാഗത്തേക്ക് വരാം, S1 ആ ഭാഗത്തേക്ക് വരാനും അതിന് താഴെ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ എങ്ങോട്ട് പോവാം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഇന്നലത്തെ ക്ലോസിംഗ് ആയ 23,370 ഭാഗത്തേക്ക് 23,370 ഭാഗത്തേക്ക് 23,370 ഭാഗത്തേക്ക് S2 എന്ന് പറഞ്ഞാൽ ആ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് നിഫ്റ്റിക്ക് വളരെ കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ എങ്ങനെ ഞാൻ അതിന് താഴെ ഞാൻ വരയ്ക്കുന്നില്ല. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് 23,674 നമ്മുടെ ക്ലോസിൽ നിൽക്കുന്നത്. 23,700 മുകളിൽ നിൽക്കുകയാണെങ്കിൽ സ്പോട്ട് 818 അതിന് മുകളിൽ 908 ഭാഗത്തേക്ക് പോകാനും ഇല്ല. 571 പി ഒ സി പൊട്ടി 521 ബെയറിഷ് റെഫറൻസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ട്രിഗർ ആവുകയാണെങ്കിൽ 442 ഭാഗത്തും അതിന് താഴെ 370 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. ബാങ്ക് നിഫ്റ്റി മൈറ്റിയസ് സ്ട്രോങ്ങസ്റ്റ് ബാങ്ക് നിഫ്റ്റി ആയിരുന്നു വന്നത്. നമ്മുടെ റെഫറൻസ് ഒക്കെ പൊട്ടി അടിപൊളി അടാറ് മൂവ്മെന്റ് എന്ന ദിവസമാണ് ബാങ്ക് നിഫ്റ്റിക്ക് വന്നത്. സോ ബാങ്ക് നിഫ്റ്റിയുടെ പി ഒ സി നിൽക്കുന്നത് 53,300 ഭാഗത്താണ്. സോ ഇന്നത്തെ പി ഒ സി എവിടെ വരുന്നത് 51,300 ഭാഗത്താണ് ബാങ്ക് നിഫ്റ്റിയുടെ പി ഒ സി നിൽക്കുന്നത്. 51,300 ആണ് ബാങ്ക് നിഫ്റ്റിയുടെ പി ഒ സി. അപ്പോൾ ഞാൻ ആ പി ഒ സി ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. അത് വ്യക്തമായി നിങ്ങൾക്ക് ആവശ്യം വരും. ഇന്നത്തെ പി ഒ സി എവിടെയാണ് കൃത്യ ഒരു ബൈ എന്ന ഏരിയയാണ്.
ബാങ്ക് നിഫ്റ്റിയുടെ ബൈയിങ് എന്ന് പറഞ്ഞാൽ 23,822 മുകളിൽ മാത്രമേ നിങ്ങൾ വാങ്ങി 51,822 മുകളിൽ മാത്രമേ നിങ്ങൾ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ബുള്ളിഷ് റെഫറൻസ് ഇനി എടുത്താൽ മതി. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമേ ബാങ്ക് നിഫ്റ്റി മുകളിലോട്ട് പോകാനുള്ള ചാൻസ് കൂടുതലുള്ളൂ. അപ്പോൾ 50,822 മുകളിൽ ബാങ്ക് നിഫ്റ്റി ബുള്ളിഷ് റെഫറൻസ് സ്റ്റാർട്ട് ചെയ്യും. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 52,000. നമ്മളെ സംബന്ധിച്ച് 52,000 R1 ബാങ്ക് നിഫ്റ്റിയിലെ R1 എന്ന് പറയുമ്പോൾ 52,000 എന്ന് പറഞ്ഞ ആ ഒരു ലെവലും അതിന് മുകളിൽ ബാങ്ക് നിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ എവിടം വരെ പോവാം? അതിന് മുകളിൽ ബാങ്ക് നിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ 52,165 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു വീക്കിലി POS ഉണ്ട് 52,165 എന്ന് പറഞ്ഞ ആ ഒരു വീക്കിലി R2 ആ ഭാഗത്തേക്കുണ്ട്. അതിന് മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ ഈ POC ആയ 52,422 ഭാഗത്തേക്ക് വരാം. 52 R3 എന്ന് പറയുമ്പോൾ 52,422 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് കൂടുതൽ. ചുരുക്കി പറഞ്ഞാൽ 51,800 മുകളിൽ നിഫ്റ്റി 822 മുകളിൽ ബാങ്ക് നിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി എവിടം വരെ പോവാം? 52,165 52,421 എന്ന് പറഞ്ഞ ആ ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി നമ്മളെ ബെയറിഷ് റെഫറൻസ് പറയും ഇന്നത്തെ ലോ 50,800 പൊട്ടുകയാണെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 51,000 പൊട്ടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ സെല്ലിങ്ങിനെ കുറിച്ച് 51,000 പൊട്ടുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ബെയറിഷ് റെഫറൻസ് സ്റ്റാർട്ട് ചെയ്യും. വലിയ ബെയറിഷ് അല്ല, ചെറിയൊരു ബെയറിഷ് സ്റ്റാർട്ട് ചെയ്യും. അതിന് താഴെ വരണമെങ്കിൽ നമുക്കൊരു സെല്ലിങ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. 51,000 പൊട്ടുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 50,782 50,000 S1 എന്ന് പറയുമ്പം 50,782 ഭാഗത്തേക്ക് അത് വരാം. ഫസ്റ്റ് S1 അവിടെയാണ്. അതിന് താഴെ S2 എന്ന് പറയുമ്പോൾ വ്യക്തമായിട്ട് പറയണമെങ്കിൽ ഇന്നലത്തെ ഇതായ 50,588 ഇന്നത്തെ ക്ലോസിങ് അവിടെയാണ്. 50,588 ഭാഗത്തേക്ക് വരാം. S2 എന്ന് പറഞ്ഞാൽ അവിടെയാണ്. അതിന് താഴെ കൃത്യമായിട്ട് ബാങ്ക് നിഫ്റ്റി എവിടം വരെ പോവാം? ഇന്നലത്തെ POC ആയ 50,275 വരെ വരാം. 50,275 പറഞ്ഞാൽ S3യുടെ ഭാഗം 50,275 വരെ വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റി കൂടുതൽ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 51,822 മുകളിൽ എവിടം വരെ പോവാം? 52,000 52,165 52,422 വരെ പോകാനും 54,000 താഴെ നിൽക്കണമെങ്കിൽ ഇവിടെ വരാം 50,782 50,588 50,225 ഇന്നലത്തെ POCയുടെ ഭാഗത്തേക്കും പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ബാങ്ക് നിഫ്റ്റി POCകളൊന്നും തട്ടാതെ കയറി പൊക്കോണ്ടിരിക്കുകയാണ്. ഇനി നമ്മളൊന്ന് ചെറിയൊരു കോഷ്യസ് ആയിരിക്കണം. നാളെ പൊസിഷൻ എടുക്കുമ്പോൾ ചെറിയൊരു കോഷ്യസ് വേണം. കാരണം ഇതൊരു ലോങ് സ്ട്രെച്ചിങ് റാലി ആയതുകൊണ്ട് വേണമെങ്കിൽ ചെറിയൊരു പുൾ ബാക്ക് തരാനുള്ള ചാൻസ് മാർക്കറ്റിൽ കാണുന്നുണ്ട്. അപ്പം നാളെ അത് ഇനിഷ്യൽ IB ആദ്യത്തെ 1 മണിക്കൂറിൽ IB ക്യാൻഡിൽ ഫോം ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നമുക്കത് നാളെ ടോപ്പ് ഫോം ചെയ്യുമോ അതോ ഈ ട്രെൻഡ് ഇനി കണ്ടിന്യൂ ചെയ്യാൻ പോകുമോ എന്നൊക്കെ നാളത്തെ ആ ഒരു ഫോമേഷൻ വന്നതിന് ശേഷം മാത്രമേ നമുക്കറിയാൻ പറ്റൂ. അപ്പം ഒരിക്കൽ കൂടെ പറയാണ്, നിങ്ങൾക്ക് ഒറ്റയ്ക്കിരുന്ന് ട്രേഡിങ് ചെയ്യുമ്പോഴുള്ള റിസ്ക്കും ടെൻഷനും ഫീലൊക്കെ മാറ്റണമെങ്കിൽ നമ്മൾ ട്രിവാൻഡ്രത്തുള്ള ട്രേഡിംഗ് ഫ്ലോറിലേക്ക് പോവാം. അല്ല നിങ്ങൾക്കൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് പഠിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ കൂടെ വന്നിട്ട് ട്രേഡ് ചെയ്യാം. ഒരു 3-4 മാസം കൊണ്ടൊക്കെ ഞാൻ നിങ്ങൾക്ക് ഒരു ലിവിങ് ട്രേഡ് ചെയ്ത് ഒരു ലിവിങ് ചെയ്യാനുള്ള ഒരു ഇൻകം എങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ നിങ്ങൾക്ക് ഞാനത് പറഞ്ഞു തരാം. സോ സ്റ്റേ ട്യൂൺ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയിൽ സൈൻ ഓഫ് ചെയ്യുന്ന നിങ്ങളുടെ സ്വന്തം വിഷ്ണു ഗുപ്തൻ. ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.